കാസർഗോഡേക്ക് പോകാം. അവിടെ മകൾക്കും ബന്ധുവിനും നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ആനപ്പാറ സ്വദേശി മനോജ് കർണാടകയിലേക്ക് കടന്നതായി സൂചന. മദ്യലഹരിയിലാണ് ഇയാൾ കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. അർച്ചന രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അർച്ചന, ഇയാൾ എവിടെയാണ്, എങ്ങനെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്, ഒപ്പം എവിടേക്ക് കടന്നു എന്നതിലൊക്കെ പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ടോ? രോഷ്നി, ഇന്നലെ രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് പിതാവ് മകൾക്കും അതുപോലെ പിതാവിന്റെ സഹോദരന്റെ മകൾക്കും എതിരെയാണ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തിയത്. കുടുംബകലഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വ്യക്തമാകാൻ കഴിയുന്നത്. ഇദ്ദേഹം, അതായത് ഈ പ്രതി കർണാടക കരിക്കൈ ആനപ്പാറ KC മനോജാണ്. കർണാടക സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ കർണാടക കേന്ദ്രീകരിച്ചാണ് പ്രതിക്ക് നേരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ്. ഇപ്പോഴും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അറിയാനും സാധിക്കുന്നത്. എന്തായാലും കർണാടക കേന്ദ്രീകരിച്ച് പോലീസ്, അതായത് രാജപുരം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും അവരുടെ നില, അതായത് ഈ രണ്ട് പെൺകുട്ടികളുടെ നില ഗുരുതരമല്ല. ഇന്നലെ രാത്രിയോടെ തന്നെ ആശുപത്രി വിട്ട ഒരു സാഹചര്യമാണ്. വീട്ടിൽ നിന്നായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അതായത് ആസിഡ് അത്തരത്തിൽ ആ കുട്ടികളുടെ മേലേക്ക്, ദേഹത്തേക്ക് ഇത്തരത്തിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും കൈകൾക്കും കാലുകൾക്കും ഒരു സാരമായ പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ എന്നൊരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ശരി, അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.